തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി പുറത്തുവിട്ട ഡോക്ടർ ഹാരിസിനെതിരെ നടപടിക്ക് നിർദ്ദേശിച്ചതിനോട് പ്രതികരിച്ചുകൊണ്ട് ഹാരിസ് ഇപ്പോൾ സംസാരിക്കുന്നു തത്സമയം. എന്നാണ് അവർ പറയുന്നത്? അത് നമുക്ക് തെളിവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കൾ എങ്ങനെയാണ് മറുപടി കൊടുക്കുക? താങ്കൾ ശസ്ത്രക്രിയ മുടക്കിയെന്ന് പറയുന്നു, ഉപകരണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, താങ്കൾ ചട്ടലംഘനം നടത്തിയെന്ന് പറയുന്നു. ഇതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കുക? അതെങ്ങനെയാണ് അവർക്കത് അങ്ങനെയൊക്കെ ഒരു കിട്ടിയെന്ന് അറിഞ്ഞൂടെ? അവിടെ ഉപകരണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ഓടി നടന്ന് ഇവരെ ഇവിടുന്ന് അതിന്റെ 2 പ്രോബുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നതും പിന്നെ ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് അവർ ഹൈദരാബാദിൽ നിന്നൊക്കെ കൊണ്ടുതന്നതും ഒക്കെ അവർക്ക് ഉപകരണം ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടൊക്കെ അവർ കൊണ്ടുതന്നു. ആരോപണം കള്ളമാണ്. ശസ്ത്രക്രിയ മുടക്കി എന്നുള്ള ആരോപണമാണ് ഏറ്റവും ഗുരുതരമായി പറഞ്ഞിരിക്കുന്നത്. കള്ളമാണ്. അത് തീർച്ചയായും കള്ളമാണ്. എന്റെ ശസ്ത്രക്രിയ മുടക്കേണ്ട കാര്യം എനിക്കെന്താ ശസ്ത്രക്രിയ മുടക്കിയിട്ടുണ്ട്? ഉപകരണം ഇല്ലായിരുന്നു. അതിലൊരു ഉറച്ചു നിൽക്കുന്നു. താങ്കൾ ഒരു ഘട്ടത്തിൽ പോലും സൂപ്രണ്ടിനോടോ മെഡിക്കൽ പ്രിൻസിപ്പലിനോടോ ഈ കാര്യം അറിയിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. എത്രയോ പ്രാവശ്യം അവരെ അറിയിച്ചതാണ്. അവിടെ HDS ഒരു സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ കുട്ടിയാണ് എല്ലാ ദിവസവും പോയി അവിടെ പോയി പറയുന്നത്, ഇല്ല ഉപകരണം ഇല്ല, തീർന്നു, പ്രോബ് ഒടിഞ്ഞു പോയി, പ്രോബിന് 3 ഉള്ളൂ, അതിൽ ബാക്കി 2 ഉള്ളൂ, ബാക്കി 1 ഉള്ളൂ, 1 കൂടെ ഒടിയാറായി, 2 ആഴ്ചയേ ഉള്ളൂ, 1 ആഴ്ചയേ ഉള്ളൂ എന്നിങ്ങനെ കൗണ്ട് ഡൗൺ മാതിരി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ അറിയിച്ചതാണത്. വ്യാജമായ ഒരു റിപ്പോർട്ടിൽ താങ്കൾക്കെതിരെ പ്രതികാര നടപടി എടുക്കുകയാണ് എന്നാണോ? തീർച്ചയായിട്ടും. അവരിപ്പോ ഈ റിപ്പോർട്ടിൽ അവരെന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മൊത്തം കള്ളമാണെന്നാണ് ഒറ്റ രീതിയിൽ. ആ റിപ്പോർട്ട് ഒന്നുകിൽ വ്യാജം, ആ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. എന്തോ ആരോപണങ്ങളാണ് താങ്കൾക്കെതിരെയുള്ളത്. കടുത്ത നടപടിക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കത്തനുസരിച്ചാണ് ഉണ്ട്. നടപടി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതെനിക്കറിയില്ല. എന്താണ് നടപടി എന്നൊന്നും എനിക്കറിയത്തില്ല. ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യമുണ്ടല്ലോ അല്ലേ? ചട്ടലംഘനം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ചട്ടലംഘനമാണല്ലോ. അതിപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ വഴികളും നമ്മൾ അടയുമ്പോൾ പിന്നെ അവസാനം എടുത്ത വഴിയാണത്. അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം എന്നുള്ള നിലയ്ക്കാണ് അവർ കണ്ടിരിക്കുന്നത്. അതിപ്പോ അവർക്ക് അതൊന്നറിയില്ല, അതെന്താണെന്നുള്ളത് അങ്ങനെ അറിയില്ല. അവരുടെ മുഖം രക്ഷിക്കാൻ അവർ നോക്കും. താങ്കൾ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ പല മന്ത്രിമാർക്കും ബോധ്യപ്പെടാത്തത്? താങ്കളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള തരത്തിലാണ് പല പ്രതികരണങ്ങളും ഉണ്ടായത്. അതിന്റെ ഒരു ഭാഗമായി തന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ട്. അതെ, അവർക്ക് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉണ്ടല്ലോ. അവർക്ക് എന്തായാലും പ്രതികാരം എന്താ എനിക്ക് അത് പ്രതികാരമാണോ എന്താണെന്ന് അറിയില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്റെ അഭിപ്രായങ്ങൾ വളരെ കുറച്ചതാണ്. എന്റെ അഭിപ്രായങ്ങൾ വളരെ ഉറച്ചതാണ്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ പ്രൂഫും അതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും അവർക്കറിയുകയും ചെയ്യാം. ഇത് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം അവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഉപകരണങ്ങളുടെ ക്ഷാമവും എല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ വളരെ മന്ദഗതിയിലാണെന്നുള്ളതും അവർക്കറിയാവുന്നതാണ്. ഇപ്പോഴും ഉപകരണങ്ങൾ പലതും അവിടെ ഇല്ല എന്നുള്ളതും അവർക്കറിയാം. ഇപ്പോഴും താങ്കൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും. പിന്നെ തന്നെ ഞാൻ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത്. എനിക്ക് അതിനകത്ത് നടപടികൾ നേരിട്ടല്ലേ പറ്റുള്ളൂ. അതിനിപ്പോ നമുക്ക് നടപടികൾ ഇപ്പോൾ പേടിച്ച് നമുക്ക് അങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റും. നടപടികൾ എന്തായാലും വരട്ടെ. അതിപ്പോ നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അതിപ്പോ നടപടികളൊക്കെ അതേ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയെന്ന് റിപ്പോർട്ടുണ്ട്. അതെന്തായാലും വാസ്തവ കാരണം കാണിക്കുന്ന നോട്ടീസിലും ആ കാര്യം പറയുന്നുണ്ടല്ലോ. 27-ാം തീയതി 28 അതേ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തി. അപ്പോൾ അവിടെ ഉപകരണം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് പറയുന്നത് അത് അതിന്റെ ആ പ്രോബ് ഉപയോഗിച്ചിട്ടല്ല. ആ പ്രോബ് ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഞാൻ വേണമെങ്കിൽ തുറന്നു പറയാം. അതിനകത്ത് വേറെ ഒരു ഡോക്ടറുണ്ട്, അടുത്ത് ഷാജു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വേറൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നമ്മുടെ അവിടെ പല ഡോക്ടർമാരുടെയും കൈവശം സ്വന്തമായിട്ട് ഉപകരണങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഉപകരണങ്ങളല്ല, അത് ഡിപ്പാർട്ട്മെന്റിന്റെ അറിവിലുള്ളതല്ല, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോക്കിലുള്ളതല്ല, ബയോമെഡിക്കലിന്റെ സ്റ്റോക്കിലുള്ളതല്ല. അതിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ ഒന്നും ഉള്ളതല്ല. ISOയുടെ നമ്മൾ എഴുതി കൊടുക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും FDA, CE, ISO ഈ സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതിന്റെ മാത്രം ആക്സസറീസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ മാത്രം ആക്സസറീസ് ഉപയോഗിക്കാവൂ എന്ന് കമ്പനി പല പ്രാവശ്യം വാണിംഗ് തന്നിട്ടുണ്ട്. അതല്ലാത്ത എന്ത് ആക്സസറി ഉപയോഗിച്ചാലും നമുക്ക് ആ ഉപകരണത്തിന്റെ മേളിൽ യാതൊരു കേടാകുന്നതിന്റെ ഉത്തരവാദിത്വം അതിന്റെ കമ്പനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഉപകരണം എന്ന് പറയുന്നത് 27 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ഇമ്പോർട്ടഡ് സാധനമാണ്. ഇതിന്റെ ഉപകരണത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഈ 1000 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഉപകരണം വാങ്ങിച്ചിട്ട് ചെയ്യാം. അത് അവര്
ഈ പറഞ്ഞിരിക്കുന്ന EMS ലിത്തോ ക്ലാസിന്റെ അവരുടെ അധികാരികൾ അവർ പല പ്രാവശ്യം വന്ന് എനിക്ക് നേരിട്ട് വാണിംഗ് തന്നിട്ടുള്ളതാണ്. ഇതിന് എന്തെങ്കിലും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം അത് ഹാങ് ആയി പോയതാണ്. അവർ പിന്നെ നമ്മൾ കമ്പനി ഹൈദരാബാദിൽ നിന്ന് എഞ്ചിനീയർ വന്ന് റിപ്പയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കഴിഞ്ഞ് ഇത് സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ എന്ത് ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതറിയാം. ഇപ്പോൾ ഇവിടെ പല കമ്പനിക്കാരും അതിനകത്ത് 1000 രൂപ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നുണ്ട്. നമുക്ക് 1000 രൂപയ്ക്ക് നടത്തിയ ഉപകരണം കടം വാങ്ങിയതാണ് മറ്റൊരു ഡോക്ടറെ. അത് അദ്ദേഹത്തിന്റെ കൈവശമുള്ളതായിരിക്കും. പുള്ളിയുടെ സ്വന്തം ഉപകരണം. അത് ഇപ്പോഴും ആ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. ഏതിന്റെ ആവശ്യക്കാരൻ അതായത് പ്രോബ് ഇപ്പൊ കിട്ടുന്നുണ്ട്. പ്രോബ് അതിനുശേഷം പ്രോബ് നമ്മൾ 3 മാസം വെയിറ്റ് ചെയ്തിരുന്ന പ്രോബ് വിതിൻ 24 hours കിട്ടി. ബാക്കി എന്തെങ്കിലും ഉപകരണങ്ങളുടെ ക്ഷാമം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മളിപ്പോ ESW എന്ന് പറഞ്ഞ ഉപകരണം 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഏതാണ്ട് നമ്മളത് ഞാനത് മെമ്മോയിൽ അദ്ദേഹത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളത് 10 വർഷവും ഏതാണ്ട് 4000 രോഗികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര രോഗികൾക്ക് അപ്പോൾ ESW ഉപയോഗിക്കേണ്ടതാണ്. അതിപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ മെഷീൻ ഇല്ല. അത് നമ്മളതിന്റെ പുറകെ ഓടുകയാണ്. ഈ കഴിഞ്ഞ ഇപ്പോൾ HDS കമ്മിറ്റിയിൽ അത് പാസ്സാക്കിയിട്ട് തന്നെ വർഷം 1 കഴിഞ്ഞു. അത് ഇതുവരെ ആ മെഷീൻ എത്തിയിട്ടില്ല. അത് പലതരം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പല ഓഫീസുകൾ കറങ്ങുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഡോക്ടറെക്കാളും വളരെ ഉന്നതരായ 4 ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം അവരിൽ നിന്നെല്ലാം വിവരം ശേഖരിച്ച ശേഷമാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് മന്ത്രിക്ക് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത്. അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൂടി ആയിരിക്കുമല്ലോ വന്നത്. അപ്പൊ ഡോക്ടർ പറയുന്നത് ശരിയല്ല എന്ന് ഈ 4 അംഗ സമിതി കണ്ടെത്തുകയാണ്. അവർക്ക് ഇതിനകത്ത് താല്പര്യത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ. അതെനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അതിന് ബാക്കി ഡോക്ടർമാരെന്താണ് അറിയിപ്പ് കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. വകുപ്പ് മേധാവി എന്നുള്ള നിലയ്ക്ക് എന്റെ നേരെ നേരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനാണ് ഉത്തരം കാണേണ്ടത്. അത് ബാക്കിയുള്ളവർ ഉൾപ്പെടെ നമുക്ക് ഉപകരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയുന്നതിനകത്ത് നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. അവരും എന്നോടാണ് ഉപകരണം ചോദിക്കുന്നത്. അപ്പോൾ ഉപകരണം വയ്ക്കേണ്ടതും ആ ഉപകരണം സൂക്ഷിക്കേണ്ടുന്നതും അതിന് എഴുതി കൊടുക്കേണ്ടുന്നതും അത് സമയത്തിന് കിട്ടേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണ്. അത് വകുപ്പ് മേധാവിയുടെ ഉത്തരവാദിത്തമാണ്. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശം എനിക്കുണ്ട്. ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കൈവിടുന്നു എന്നൊരു തോന്നലുണ്ട്. അതിനെപ്പറ്റി എനിക്ക് പറയാനൊന്നുമില്ല. അതെന്റെ അറിവോടുകൂടിയൊന്നുമല്ല. അത് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റാണ്, 3 യൂണിറ്റുകളാണ്. ആ ഒരു യൂണിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റേ യൂണിറ്റിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പോൾ 3 യൂണിറ്റാണ് അവിടെ ഉള്ളത്, യൂറോ 1, 2, 3. അപ്പോൾ നമ്മൾ മറ്റു യൂണിറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയേയില്ല. നമ്മൾ മേധാവി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഉപകരണങ്ങളുടെയും കസ്റ്റഡി എന്റെ കയ്യിലാണ്. എല്ലാ ഉപകരണങ്ങളുടെയും ഉത്തരവാദിത്വം എന്റെ കയ്യിലാണ് ഇപ്പം നിലവിൽ. ഡോക്ടർ, ചട്ടലംഘനമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടറും അത് സമ്മതിക്കുന്നുണ്ട്. ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ചട്ടം ലംഘിക്കപ്പെട്ടിരുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടിയാണ് അതറിയില്ല. എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല എന്നല്ല, എന്താണെന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. എന്തെങ്കിലും അതതിന്റെ മറുപടി എഴുതി വെച്ചിരിക്കുന്നു. അതാ ഞാൻ താമസിച്ചത്. ഇത്ര സമയമെല്ലാം വിറ്റതല്ലോ. ഇത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കുന്നത്. ഞാൻ എന്റെ കൈപ്പടയിൽ എഴുതി നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കുകയാണ്. വേറെ ആരും അറിയിക്കാം. ഡോക്ടർ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന വിശദീകരണം ഓൾറെഡി സമിതിക്ക് മുൻപാകെ കൊടുത്ത കാര്യങ്ങളല്ലേ? ആ തെളിവുകളും കാര്യങ്ങളെല്ലാം ഓൾറെഡി കൈമാറിയിട്ടുണ്ടല്ലോ. പക്ഷെ അത് കണ്ടിട്ടും അവർക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അല്ല, അതിപ്പോ അന്വേഷണ സമിതി എന്ന് പറയുന്നവര് അവര് പ്രത്യേക കുറച്ച് വിഭാഗക്കാരാണ്. അവര് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. അത് പല ലെവലിൽ ഇന്റർപ്രറ്റ് ചെയ്തു പോകുമ്പോൾ പല രീതിയിലായിരിക്കുമല്ലോ പോവുക. അപ്പൊ ഇതിന്റെ ചോദിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ എന്റെ മറുപടി നേരിട്ട് കൊടുക്കുകയാണ്. എന്താണ് എന്റെ സംഭവം എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയാണ്. അതല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒരാൾ വഴി അയക്കുമ്പോൾ അവർക്കും ഈ ഇടയ്ക്ക് നിൽക്കുന്നവർക്കും അവരുടേതായ താല്പര്യങ്ങളും ഒക്കെ കാണും. ഇതിനകത്ത് തെളിവ് കൊടുത്തവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും. പല സൈഡിൽ നിന്നുള്ള താല്പര്യങ്ങൾ കാണും. അതൊന്നും നമുക്കറിയില്ല. ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു. കത്തിൽ DMEയുടെ അടക്കം വ്യക്തിപരമായ താല്പര്യമുണ്ട്. അല്ല, അതൊന്നും നമുക്കറിയില്ല. ഇത് പല ലെവൽ കടന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ഫിൽട്ടർ ഔട്ട് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. എന്താണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ അവരെന്താണ് കണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഡോക്ടർ ആരോഗ്യമന്ത്രിയായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു വിഷയങ്ങൾ ഇല്ല. അയ്യോ, അങ്ങനെ ഞാൻ ഒരിക്കലും ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഇത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ PS അതിന്റെ തെളിവുകളെല്ലാം എന്റെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അവരന്ന് അന്വേഷണ കമ്മീഷൻ ഫോട്ടോ കോപ്പി എടുത്ത് രാവിലെ 10 മുതൽ ഫോട്ടോ കോപ്പി എടുത്ത് 5 മണിയായിട്ടും തീർന്നില്ല.
എന്നിട്ടാണ് അവർ 5 മണിക്ക് കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയത്. അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകൾ അവിടെ ഇരിപ്പുണ്ടെന്ന് നഷ്ടപ്പെട്ടു. അതായത് അന്വേഷണ സമിതിയുടെ പരിശോധനകൾ ശരിയായ തരത്തിലല്ല നടന്നതെന്നാണ്. അതെനിക്കറിയില്ല. അത് അവരെന്താണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അവരെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അവർ എന്താണ് ഇത് നമുക്ക് ആ കോപ്പി കിട്ടിയെങ്കിലേ നമുക്കത് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. താങ്കളുടെ വേർഷൻ മുഴുവൻ അവർ കേട്ടിട്ടുണ്ട്? എന്റെ വെർഷൻ മൊത്തം കേട്ടിട്ടുണ്ട്. അതിൽ തൃപ്തിയുണ്ട്? എന്റെ വെർഷൻ മുഴുവൻ കേട്ടിരുന്നു. അവർ രണ്ടാമത്തെ ദിവസം അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അതിലൊക്കെ തൃപ്തിയുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടോ? അതായത് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ആഗ്രഹമുണ്ടോ? അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അതെന്താണ് അവരുടെ അന്വേഷണ കമ്മീഷൻ അറ്റ്ലീസ്റ്റ് അത് മീഡിയയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ കാണിക്കണം. അന്വേഷണ കമ്മീഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഇനി അതിനകത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനും തയ്യാറാണ്. മന്ത്രിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനൊരു കാരണം കാണിക്കുന്ന നോട്ടീസ്, അതായത് റിപ്പോർട്ട് സമർപ്പിച്ചത് ജൂലൈ 2-ആണ്. മന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് എത്തിയിട്ടും ചോദിച്ചില്ല. പിന്നീട് പെട്ടെന്ന് ഉണ്ടാവുന്ന ഈ കാരണം കാണിക്കുന്ന നോട്ടീസ് നൽകിയത് ലക്ഷ്യമാണ്. അതറിയില്ല. അതെന്തായാലും ഇതുപോലെ തന്നെയാണല്ലോ ഓഫീസ് പ്രൊസീജിയറുകൾ ഇതിനേക്കാളും മന്ദഗതിയിലാണ് നടക്കുന്നത്. അത് ആ ഒരു സ്പീഡ് അത് തന്നെയായിരിക്കും ഇതിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയതിനു ശേഷം KGMCT അടക്കമുള്ള ആളുകൾ പിന്തുണ അറിയിക്കുകയാണ്. ഇല്ല, KGMCT ഞാൻ സംസാരിച്ചിട്ടില്ല. ഇത് കാരണം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പ്രശ്നങ്ങളാണ്. എനിക്കിപ്പോൾ മറ്റാരുടെ സഹായം തന്നെ ഇതിനകത്ത് ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തെളിവ് സഹിതം പറയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ ധാർമ്മികതയുണ്ട്. എന്ത് നടപടി ഉണ്ടായാലും അത് നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനം. നിയമപരമൊന്നുമില്ല. അവര് ഇപ്പൊ നടപടി എന്തായാലും നമ്മൾ സ്വീകരിക്കുക. നോക്കും അതിനിപ്പോ നമ്മൾ നേരിടുക എന്ന് പറഞ്ഞു. പൂർണ്ണമായി ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കല്ലേ സാധാരണ നമ്മൾ ചെയ്യുക. അല്ല, അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ജോലിയല്ല എനിക്ക്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ വേറെയാണ്. എനിക്കത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാനുള്ള ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിയമവശങ്ങൾ തേടാനും അതിനകത്ത് വേറെ പോകാനും ഒന്നും ഉള്ള സമയവും ഇല്ല, അതിനുള്ള ആവശ്യവും ഇല്ല. അത് നമുക്ക് വേറെ മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കും. ഡോക്ടർ ഇതൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒരു ശസ്ത്രക്രിയ ഒരു ഡോക്ടർ മുടക്കി എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്നുള്ള തരത്തിലാണ് പറയുന്നത്. താങ്കളെ അപമാനിക്കുമെന്ന്. അതെ, അത് അപ്പം അങ്ങനെ എഴുതിയിട്ടില്ല. അങ്ങനെ മുടങ്ങി അത് മുടക്കി എന്ന് പറയുമ്പോൾ അപ്പൊ അടുത്ത ഈ പറഞ്ഞതുപോലെ അത് നമ്മളത് അവഹേളിക്കുന്നതിന് തുല്യമാണത്. അവര് സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യുന്നില്ല. പിന്നെ നമ്മളെ പ്രതിയാക്കുകയും ചെയ്യുന്നത് അതിനേക്കാളും വലിയ കുറ്റകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവരങ്ങനെയല്ലേ നോക്കുള്ളൂ. അത് നമുക്കെതിരെ എങ്ങനെ അത് ടേൺ ചെയ്യാന്നാണല്ലോ ഒരു വലിയ സിസ്റ്റം നോക്കുന്നത്. നമ്മൾ ഒരു വ്യക്തിയാണ്. ഇത് വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയായാലും ഇതിനെപ്പറ്റി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അവർക്ക് ഒരുപാട് രീതിയിൽ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും നമുക്ക് വിഷയമല്ല. ഇതിന്റെ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വം ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഡിലേയും അതിന്റെ പ്രശ്നങ്ങളുള്ള അതിന്റെ കുറ്റവാളികളെ അത് ശരിയായിട്ട് രീതിയിൽ അവരെയാണ് ശിക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്